കെ.എം. മാണിയുടെ മരണത്തിന് ശേഷം പി.ജെ. ജോസഫിനോടും യു.ഡി.എഫ് നേതൃത്വത്തോടും കലഹിച്ച് ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണി ചേക്കേറിയ ശേഷം 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുവാൻ അവർക്ക് സാധിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിൻ്റെ കോട്ടകൾ തകർത്തുകൊണ്ട് കോട്ടയം ജില്ലയിലടക്കം ഇടതുമുന്നണിക്ക് വലിയ രീതിയിലുള്ള ആധിപത്യം നേടുവാൻ സാധിച്ചത് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സാന്നിധ്യം മൂലമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ ജോസ് വിഭാഗം മത്സരത്തിനിറങ്ങിയപ്പോൾ 5 സീറ്റുകളിൽ വിജയിച്ചു കയറുവാനും അവർക്ക് സാധിച്ചു. പ്രമുഖ നേതാക്കളെല്ലാം വിജയിച്ചു കയറിയപ്പോൾ സ്വന്തം തട്ടകമായ പാലായിൽ ജോസ് കെ മാണിക്ക് മാണി സി കാപ്പനോട് നേരിടേണ്ടി വന്നിട്ടുള്ള കനത്ത പരാജയം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയങ്ങളുടെ തിളക്കം കുറച്ച ഏക ഘടകം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ 2021 ശേഷം നടന്നിട്ടുള്ള തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ 2025 പൂർത്തിയായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം നിന്ന ജോസ് വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 1100ഓളം സീറ്റുകളിൽ അവർ മത്സരത്തിനിറങ്ങിയപ്പോൾ കേവലം 260 സീറ്റുകൾ മാത്രമാണ് അവർക്ക് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞത്. ജോസ് കെ മാണി വിഭാഗത്തിന് അവരുടെ കുത്തകയായി 38 കൊല്ലം കൊണ്ടു നടന്ന പാലാ നഗരസഭ പോലും നഷ്ടപ്പെട്ടു എന്നുള്ളിടത്താണ് ഇടതുമുന്നണിക്കൊപ്പം ഇനിയും നിലയുറപ്പിച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടും എന്നൊരു മനോഭാവത്തിലേക്ക് നിരവധി നേതാക്കളും അണികളും എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ പരാജയത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും നിയമസഭയിലെ MLA-മാരുടെ അംഗബലം കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും വലിയ കേരളത്തിലെ കേരള കോൺഗ്രസ് ഘടകം അവർ തന്നെയാണ് എന്ന വസ്തുതയും അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഏക തുറുപ്പ് ചീട്ടാണ്. കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നേരത്തെ പറഞ്ഞതുപോലെ 5 MLA-മാരുണ്ട്. തൊട്ടു പിന്നിൽ 2ാം സ്ഥാനത്തുള്ള പി.ജെ. ജോസഫ് വിഭാഗത്തിന് കേവലം 2 MLA-മാർ മാത്രമാണുള്ളത്. ഈ ഘട്ടത്തിൽ യു.ഡി.എഫിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗും ജോസിനെ ഏതു വിധേനയും യു.ഡി.എഫിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള ആഗ്രഹം പരസ്യമായി തന്നെ പലവട്ടം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊരവസരമായി കണ്ട് തങ്ങൾ യു.ഡി.എഫിലേക്ക് തിരികെ പോകാനില്ല എന്ന് ജോസ് വിഭാഗം പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജും അടക്കമുള്ളവർ യു.ഡി.എഫിൻ്റെ ഈ ക്ഷണത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ ജോസ് വിഭാഗത്തെ തങ്ങൾക്കൊപ്പം കൂട്ടുവാനുള്ള ശ്രമങ്ങളുമായി NDAയും ചില കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. NDAയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുവാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ജോസ് വിഭാഗത്തെ ഒപ്പം എത്തിച്ചാൽ തങ്ങൾക്കത് വലിയ രാഷ്ട്രീയ നേട്ടം കൈവരിക്കുവാൻ സഹായകരമാകുമെന്നും ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു കയറുവാനുള്ള പദ്ധതിക്ക് അത് കൂടുതൽ ആവേശം പകരുമെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ MP ആയതിനാൽ NDA പാളയത്തിലെത്തിയാൽ ഉറപ്പായും കേന്ദ്രമന്ത്രി പദവി ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ യു.ഡി.എഫിലേക്ക് പോകുന്നതിന് ബഹുഭൂരിപക്ഷം MLA-മാരും അനുകൂലമാണെങ്കിൽ കൂടിയും NDAയിലേക്ക് പോകുമ്പോൾ ജോസ് കെ മാണിക്കൊപ്പം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള 5 MLA-മാരിൽ എത്ര പേർ കൂടെയുണ്ടാകും എന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഒരുപക്ഷെ ആരും തന്നെ കൂടെയുണ്ടാവാൻ സാധ്യതയില്ല എന്നതാണ് വസ്തുത. കാരണം NDAയിലേക്ക് എത്തിയാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കുക ജോസ് കെ മാണിക്ക് മാത്രമായിരിക്കും. നേരെ മറിച്ച് കൂടെ നിൽക്കുന്ന MLA-മാരിൽ ആരും തന്നെ NDA പാളയത്തിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് കേരള നിയമസഭ കാണുവാനുള്ള സാധ്യതകളില്ല എന്നതിനാലാണ് NDAയിലേക്ക് പോകുവാനുള്ള നീക്കത്തിൽ ജോസ് ഒറ്റപ്പെട്ടു പോകുന്നത് എന്ന വിലയിരുത്തലുകളും പലപ്പോഴും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. ഏതാണെങ്കിലും ഇടതുമുന്നണിയിൽ ജോസ് കെ മാണിക്ക് CPM എല്ലാം വാരിക്കോരി കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. പല ഘട്ടത്തിലും CPIയുടെ കനത്ത എതിർപ്പിനെ പോലും വകവയ്ക്കാതെയാണ് പല ആനുകൂല്യങ്ങളും ജോസിനും പാർട്ടിക്കും അവർ വെള്ളിത്താലത്തിൽ വെച്ച് കൈമാറിയത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് 2024 ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് വീണ്ടും ലഭിക്കാനിടവന്ന സാഹചര്യം. CPMനെ സംബന്ധിച്ച് ഒരിക്കലും അവർ ഘടകകക്ഷികൾക്ക് വേണ്ടി അവരുടെ പക്കലുള്ള സ്ഥാനമാനങ്ങൾ വിട്ടു നൽകുന്ന പതിവില്ല. എന്നാൽ ഈ ചരിത്രം തിരുത്തിക്കൊണ്ട് CPMന് അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റാണ് ജോസ് കെ മാണിക്ക് വേണ്ടി അവർ വെച്ച് നീട്ടിയത്. CPIക്ക് കൊടുക്കാനിരുന്ന രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകുവാൻ CPM സമ്മർദ്ദം ചെലുത്തിയെങ്കിലും CPI അതിന് വഴങ്ങാതെ വന്നതോടെയാണ് സ്വന്തം സീറ്റ് ത്യാഗം ചെയ്തുകൊണ്ട് വീണ്ടും ജോസ് കെ മാണിയെ അവർ രാജ്യസഭയിലേക്ക് അയച്ചത്. അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1000-ലധികം സീറ്റുകൾ ജോസ് വിഭാഗം ആഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോൾ അവർ പോലും 800ഓളം സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു കണക്ക് കൂട്ടിയത്. എന്നാൽ 1100-ലധികം സീറ്റുകളാണ് CPM ജോസ് വിഭാഗത്തിന് വേണ്ടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറ്റിവെച്ചത്. എന്നാൽ അതിൽ കേവലം 265 മുതൽ 75 സീറ്റുകൾ മാത്രമാണ് ജോസ് വിഭാഗത്തിന് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞത്.
ഇത്തരത്തിൽ ഇടതുമുന്നണിക്കിടയിൽ ജോസ് വിഭാഗത്തിന് നൽകിയ അമിത പരിഗണന CPM-ന് പോലും തിരിച്ചടിയാകുമെന്ന ഘട്ടത്തിൽ തങ്ങൾ പ്രതിരോധത്തിലാകുവാതിരിക്കുവാനുള്ള ചില സമ്മർദ്ദ തന്ത്രങ്ങളും ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ നടന്ന ഇടതുമുന്നണി യോഗത്തിലെ ജോസ് വിഭാഗം നേതാക്കളുടെ അസാന്നിധ്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇടതുമുന്നണി യോഗം നടന്നപ്പോൾ അതിൽ എല്ലാ പ്രമുഖ ഘടകകക്ഷികളുടെയും ചെറു ഘടകകക്ഷികളുടെയും പ്രതിനിധികൾ എത്തിയപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്ന് ആരും തന്നെ എത്തിച്ചേർന്നിരുന്നില്ല. ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ നിന്ന് സാധാരണ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാറുള്ളത് ജോസ് കെ മാണിയും പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ സ്റ്റീഫൻ ജോർജുമാണ്. സ്റ്റീഫൻ ജോർജും ജോസ് കെ മാണിയും ഇന്നലെ അവരുടെ സ്വന്തം തട്ടകങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ജോസ് കെ മാണിയെ ഈ യോഗത്തെക്കുറിച്ച് അറിയിക്കുവാൻ വൈകി എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പാലായിലെ ലോക്കൽ പരിപാടികളിൽ സജീവമായി നിലകൊണ്ടത്. സ്റ്റീഫൻ ജോർജിന് ദേഹാസ്വാസ്ഥ്യമായിരുന്നു എന്ന ഒരു എക്സ്പ്ലനേഷനും മാണി ഗ്രൂപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പാർട്ടിയുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ വിദേശത്തായതിനാൽ അദ്ദേഹത്തിന് പങ്കെടുക്കുവാനുള്ള സാധ്യതകളില്ലായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ ഈ അസാന്നിധ്യത്തെ CPM-ഉം മറ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഏറെ സംശയത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. മുന്നണി മാറ്റത്തിനുള്ള ഒരു അവസരം ജോസ് വിഭാഗം കാത്തിരിക്കുകയാണെന്നും അവരുടെ ഭൂരിപക്ഷം നേതാക്കളും UDF-ലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് CPM-ന് തന്നെയാണ്. അതിനാൽ തന്നെ ജോസ് വിഭാഗം നേതാക്കൾ പ്രധാനപ്പെട്ട ഒരു മുന്നണി യോഗത്തിൽ എത്തിച്ചേരാതിരുന്നത് ഈ മുന്നണി മാറുന്നതിനുള്ള മുന്നൊരുക്കമാണോ എന്ന സംശയങ്ങൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നണി മാറ്റം അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. നമുക്കറിയാം 2021 കേരളം ഒന്നാകെ ഇടതു തരംഗം ആഞ്ഞു വീശിയപ്പോഴും സ്വന്തം തട്ടകമായ പാലായിൽ അദ്ദേഹം ദയനീയ പരാജയം നേരിട്ടത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസ്യതയുള്ള ഇടിവ് മൂലമാണ്. ജോസ് കെ മാണിയെ ഒരു ആക്രാന്ത രാഷ്ട്രീയക്കാരനായി ജനങ്ങൾ കാണുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് അറിഞ്ഞിട്ടുകൂടിയും ജോസ് ഇടതുമുന്നണി വിടാൻ തയ്യാറാകാതിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കേരള കോൺഗ്രസുകൾ, പ്രത്യേകിച്ചും മാണി വിഭാഗം കേരള കോൺഗ്രസ് എന്നും അധികാരത്തിനൊപ്പം നിലയുറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ KM മാണിയെപ്പോലെയല്ല ജോസ് കെ മാണി എന്ന തിരിച്ചറിവ് ആരെക്കാളും നന്നായിട്ടുള്ളത് അദ്ദേഹത്തിന് തന്നെയാണ്. മാണി മുന്നണികൾ മാറുമ്പോഴും അതൊരു രാഷ്ട്രീയ വഞ്ചനയായി ആരും ചിത്രീകരിക്കാറില്ലായിരുന്നു. മാണി തന്നെ ഇതിന് കൃത്യമായ ന്യായീകരണങ്ങളും നിരത്താറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കൃത്യമായ ഒരു ന്യായീകരണവും നിരത്തുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജോസ് കെ മാണി. അതിനാൽ തന്നെ ഇത്തവണ മുന്നണി മാറിയാലും പാലാ സീറ്റ് ലഭിച്ചാൽ പോലും തനിക്ക് വിജയിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നില്ല എന്ന് ജോസ് കെ മാണി കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിച്ചാലും ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുക, പാലായിൽ നിന്ന് വീണ്ടും മത്സരത്തിനിറങ്ങുക എന്നതാണ് ജോസ് കെ മാണിയുടെ തീരുമാനമെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വ്യക്തിപരമായ വിശ്വാസ്യത ഉയർത്തിക്കൊണ്ടുവന്ന് പാലായിൽ വീണ്ടും മത്സരത്തിനിറങ്ങുക, പരാജയം നേരിട്ടാലും പാലായിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കുക, 2031 തൻ്റെ 67-ാം വയസ്സിലെങ്കിലും പാലായുടെ MLA ആകുക, അന്ന് സാധിക്കുമെങ്കിൽ മന്ത്രി പദവിയിലെത്തുക എന്നീ നീക്കങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 2024 ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2030 വരെ അദ്ദേഹത്തിൻ്റെ കാലാവധി അവശേഷിക്കുന്നുണ്ട്. ഇക്കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ 2031 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ വ്യക്തിപരമായി ജോസ് കെ മാണിയുടെ അധികാരങ്ങളും അവകാശങ്ങളും ഏറെക്കുറെ MP എന്ന നിലയിൽ പരിരക്ഷിക്കപ്പെടും എന്നതിനാൽ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിലും കേരള കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് ചോദിച്ചാൽ അത് തോൽവിയുടെ ജാള്യത മറക്കുവാനും LDF-ൽ സമ്മർദ്ദ ശക്തിയായി തുടരുവാനുമുള്ള ആഗ്രഹം മൂലമാണെന്നും അതിനൊരുക്കിയ രാഷ്ട്രീയ തന്ത്രമാണെന്നുമുള്ള വിലയിരുത്തലിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. ഏതൊക്കെയാണെങ്കിലും UDF-ഉം NDA-യും മാടി വിളിക്കുന്നുണ്ടെങ്കിൽ പോലും, അവിടെ വലിയ രാഷ്ട്രീയ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇടതുമുന്നണിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കൂടുതൽ അധികാരങ്ങൾ പിടിച്ചു വാങ്ങി അവിടെ തന്നെ നിലയുറപ്പിക്കുവാനാണ് ജോസും കൂട്ടരും ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന വിലയിരുത്തലിലേക്കാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ എത്തിച്ചേരുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.